ഉള്ളിക്കറിയാണെന്ന് കള്ളം പറഞ്ഞാണെങ്കിൽ പോലും നല്ല ബീഫ് കരുതെന്ന് ശീലമുള്ള കേരളത്തിലെ സംഘപരിവാർ അനുകൂലികൾ പോലും കേരള സ്റ്റോറി 2വിന്റെ ട്രെയിലർ കണ്ടാൽ സഹിക്കാൻ സാധ്യതയില്ല. ഷെയ്ൻ നിഗത്തിന്റെ ഹാൽ സിനിമയിൽ ബീഫ് കഴിക്കുന്ന രംഗത്തിന് അനുമതി നൽകാതിരുന്ന അതേ സെൻസർ ബോർഡ് തന്നെയാണ് കേരള സ്റ്റോറി 2വിന്റെ ട്രെയിലറിൽ ബീഫ് വായിൽ കുത്തിക്കയറ്റുന്ന രംഗത്തിന് അനുമതി നൽകിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ കാണുന്ന എല്ലാ ട്രോളുകൾക്കും അപ്പുറത്ത് കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ തകർക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള പ്രപ്പഗാൻഡയുടെ ഭാഗമാണ് കേരള സ്റ്റോറി സിനിമകൾ. ആ ശ്രമങ്ങൾക്ക് ഇന്ന് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന്റെ എല്ലാ പിന്തുണയുമുണ്ട്. മേക്കിങ്ങിലോ സാങ്കേതികതയിലോ കഥാപാത്ര നിർമ്മിതിയിലോ ശരാശരി നിലവാരം പോലും പുലർത്തിയിട്ടില്ലാത്ത കേരള സ്റ്റോറി 1ന് മികച്ച സംവിധായകനും മികച്ച ഛായാഗ്രാഹകനുമുള്ള ദേശീയ അവാർഡ് തന്നെ നൽകി ആദരിച്ച സ്ഥിതിക്ക് കേരള സ്റ്റോറി 2വിനും ദേശീയ അവാർഡ് ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കേരള സ്റ്റോറി 2വിന്റെ എൻടയർ ടീമിന് വേണ്ടി ഒരു വാർത്ത ഡെഡിക്കേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലോക വിപണിയിലേക്ക് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യമായി നമ്മുടെ ഇന്ത്യ മഹാരാജ്യം വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ബീഫ് കയറ്റുമതിയിൽ നിന്നുള്ള ഇന്ത്യയുടെ വരുമാനം $380 കോടി ആണ്. അതായത് 34,177 കോടി രൂപ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനം നമ്മുടെ കേരളമല്ല ഗൈസ്, അത് യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ലോട്ടറിംഗ് യൂണിറ്റ് ഉള്ള സംസ്ഥാനവും നമ്മുടെ കേരളമല്ല, അതും യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ് തന്നെയാണ്.